മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളാണ് രാഘവാനന്ദ സ്കൂളിലുള്ളത്. 1 ഏക്കറോളം ഭൂമിയിലെ പച്ചക്കറി കൃഷിക്ക് ആവേശമായത് ഈ കുഞ്ഞുകുട്ടികളുടെ സാന്നിധ്യമാണ്. ഇടവേളകളിൽ ഓടിയെത്തുന്ന കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു നൽകിയത് അധ്യാപകർ തന്നെ. കുട്ടികളുടെ സാന്നിധ്യം എപ്പോഴും ഉള്ളതിനാലായിരിക്കാം മികച്ച വിളവാണ് ലഭിച്ചത്. 200ഓളം ചെടികളുണ്ട്. പയർ സമൃദ്ധമായി പിടിച്ചു. പിന്നെ പച്ചമുളക്, ക്യാബേജ്, കുക്കുംബർ, ചീര തുടങ്ങി നമുക്ക് എല്ലാവിധ വെണ്ടയുണ്ട്, മുളക് എല്ലാം തന്നെ വളരെ മനോഹരമായ വിളവെടുപ്പായിരുന്നു. കുട്ടികളുടെ സാന്നിധ്യം വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വേണം പറയാം. അപ്പോൾ നമ്മൾ 1 ഏക്കറോളം കൃഷി നമ്മളിവിടെ മാത്രമല്ല ഈ സ്ഥലത്തും അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ തന്നെ ഗ്രോ ബാഗ് ഉൾപ്പെടെയുള്ള കൃഷി സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഗ്രോ ബാഗിലും സ്കൂൾ പരിസരത്തും ചെയ്തിട്ടുണ്ട്, അല്ലാതെ മണ്ണിലായിട്ട് പ്രത്യേകം ചെയ്തിട്ടുണ്ട്. പയറും പാവലും മുളകും കോളിഫ്ലവറും ക്യാബേജുമെല്ലാം വിളഞ്ഞു കിടക്കുന്നത് കണ്ടാൽ നല്ലൊരു കർഷകന്റെ പച്ചക്കറിത്തോട്ടമാണെന്ന് തോന്നിപ്പോകും. അത്രമാത്രം മികച്ച വിളവാണ് കുട്ടികൃഷിക്ക് ലഭിച്ചത്. ചാത്തന്നൂർ MLA GS ജയലാൽ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ സവിശേഷമായ ഒരു പദ്ധതി നിലനിൽക്കുന്നുണ്ട്. എവർഗ്രീൻ ആൻഡ് ഹെൽത്തി ചാത്തന്നൂർ വിഷൻ 2030 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പുനർജനി എന്ന പേരിൽ ഇത്തരം പദ്ധതികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മണ്ഡലം മുഴുവൻ പൂർണ്ണമായും കൃഷിയുടെ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ളൊരു പദ്ധതി മണ്ഡലം തലത്തിൽ തന്നെ രൂപീകരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും NGOസും എല്ലാം ചേർന്നുകൊണ്ടുള്ള വിപുലമായ പദ്ധതിക്കാണ് നമ്മുടെ മണ്ഡലത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷിയോട് താല്പര്യമുള്ള സ്കൂൾ മാനേജ്മെന്റാണ് ഇത്രയും വിപുലമായ കൃഷിക്ക് വേണ്ട സൗകര്യമൊരുക്കി നൽകിയത്. കൃഷിക്കായി ഭൂമി വിട്ടു നൽകുക മാത്രമല്ല, വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകി. ചിറക്കര കൃഷിഭവന്റെ സഹായവും ആവോളം ലഭിച്ചു. നമ്മൾ പയർ കൃഷി ചെയ്തു, പിന്നീട് പടവലം, പിന്നീട് ചീര, അങ്ങനെ തുടങ്ങിയ എല്ലാ പച്ചക്കറിയും നമ്മൾ കൃഷി ചെയ്തായിരുന്നു. ഒരു കീടനാശികളും ഇല്ലാതെയായിരുന്നു എല്ലാ കൃഷി ചെയ്ത. സാധാരണ പച്ചക്കറി കണക്ക് വിഷമൊന്നും അടിച്ചിട്ടില്ല നമ്മൾ. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും വാങ്ങും. വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് സ്കൂളിലെ കൃഷി എന്നതാണ് മറ്റൊരു പ്രത്യേകത. കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് കൃഷിയോടുള്ള താല്പര്യവും സ്നേഹവും പകർന്നു നൽകാൻ കഴിയുന്നു എന്നതാണ് വലിയ സന്തോഷമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.